നിങ്ങൾക്ക് എല്ലാവർക്കും ഉദയകിരണാണെങ്കിൽ എനിക്ക് ഹൃദയകിരണമാണെന്ന് പറയാം. കാരണം നമ്മുടെ സ്വന്തം. അപ്പോ തീർച്ചയായിട്ടും ഇന്ന് രാവിലെ വളരെ സന്തോഷം. എന്നെ RCM ബിസിനസ്സിൽ എത്തിച്ച സന്തോഷ് സാർ ഇന്നലെ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു. കോട്ടയം വണ്ടർവേൾഡ് ഉദ്ഘാടനമാണ്, ഉദയകിരണത്തിൽ വരണം. താങ്ക് യു സാർ. അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഞാൻ എണീറ്റോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി എന്നെ കോൾ ചെയ്തു. ഒരിക്കൽ കൂടി നന്ദി. നിങ്ങൾ എത്ര പേര് നിങ്ങളെ RCMൽ കൊണ്ടുവന്ന ആളുകളെ ഇന്ന് രാവിലെ വിളിച്ചു, ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏത് ലെവലിലാണെങ്കിലും കേരളത്തിലെ ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പം ഞാനിപ്പോ ഓരോ ഗ്രൂപ്പ് നോക്കുകയാണ്. ഒന്ന് വേണമെങ്കിൽ നമുക്ക് റിമൈൻഡ് ചെയ്യിപ്പിക്കാം. എന്റെ ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദയകരണമാണ് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒരു 3 പാർട്ടിലൂടെ മാസീവ് ആക്ഷൻ പ്ലാൻ, സക്സസ്, എങ്ങനെ നല്ല വിജയം ഉണ്ടാക്കാം വ്യക്തി ജീവിതത്തിലും RCM ജീവിതത്തിലും എന്നുള്ള അത്യാവശ്യം പോയിന്റുകളൊക്കെ നിങ്ങൾ നന്നായി നോട്ട് ചെയ്തെടുത്താൽ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട കുറച്ച് നല്ല കാര്യങ്ങളാണ്. ഇന്നത്തെ ഉദയകരണത്തിൽ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു നല്ല ജീവിത വിജയത്തിന് ഒരു സക്സസ് മോർണിംഗ് പാറ്റേൺ. ഒരു രാവിലെ നമ്മൾ ഒരു RCMലൊക്കെ വന്ന ഒരാള് അല്ലെങ്കിൽ ജീവിതത്തിൽ സക്സസ് ആവുന്ന ഒരാള് രാവിലെ ചെയ്യേണ്ട ഒരു 7 കാര്യങ്ങൾ, ഒരു സക്സസ് മോർണിംഗ് പാറ്റേൺ ഞാൻ സംസാരിക്കുന്നുണ്ട്. അതൊരു പാർട്ട് A ആണ്. ഒരു പാർട്ട് B എന്ന് പറയുമ്പോൾ പാർട്ട് B ആൻഡ് പാർട്ട് C. നമുക്ക് RCMല് അല്ലെങ്കിൽ ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരിക്കണം, എന്റെ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഞാൻ അത് ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഒരു പാർട്ട് C എന്ന് പറയുന്നതാണ് നമ്മുടെ മാസീവ് ആക്ഷൻ പ്ലാൻ. ഒരു ശക്തമായ പ്രവർത്തന പദ്ധതി എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങളിലൂടെ ഇത് കുറച്ചധികം ലൈവായിട്ട് ഒരു പ്രോഗ്രാമായിട്ട് പോകേണ്ട ഒരു കാര്യമാണ്. പക്ഷെ സൂമിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതുന്നു. അപ്പൊ തീർച്ചയായിട്ടും ആദ്യമായിട്ട് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളൊരു ഹാളിൽ ഇരിക്കുന്ന പോലെ, ഇപ്പൊ സന്തോഷ് സാറൊക്കെ ഇരിക്കുന്ന പോലെ തന്നെ നമ്മളൊരു ഹാളിൽ ഇരിക്കുന്ന പോലെ സ്ട്രൈറ്റ് ആയിട്ടൊക്കെ ഇരുന്നിട്ട് ഈ പ്രോഗ്രാം കേൾക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു ഹാൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ഒന്ന് ബ്രീത്തൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് നമ്മൾ ഇരിക്കുക. അപ്പൊ നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടു കൂടി ജീവിക്കാനും ആരോഗ്യത്തോടു കൂടി ജീവിക്കാനും ജീവിതത്തിൽ എന്ത് സ്വപ്നം കാണാനും അത് നേടിയെടുക്കാനും കഴിയുന്ന രീതിയിലുള്ള ഒരു RCMൽ എത്തിയ ആളുകൾ എന്ന നിലയിൽ നമുക്ക് ഏറ്റവും ശുഭകരമായി പോസിറ്റീവായിട്ട് ഈ ഒരു ദിവസം നമുക്ക് ആരംഭിക്കാം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്കൊരു നന്ദിയോടുകൂടി തന്നെ അല്ലെങ്കിൽ ഒരു വിജയിയെ പോലെ തന്നെ ഗുഡ് മോർണിംഗ് ആരംഭിക്കാൻ പറ്റണം. കാരണം എന്താ അറിയോ, ഇന്നലെ രാത്രി നമ്മളോടൊപ്പം ഉറങ്ങിയ 80,000-ഓളം ആളുകൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കില്ല എന്നാണ് ലോകത്തിലെ കണക്കുകൾ. കാരണം ഉറക്കത്തിൽ അവര് വിട പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലത്തെ കൈ എടുത്തിട്ട് ലെഫ്റ്റ് ഷോൾഡറിൽ കൺഗ്രാജുലേഷൻ മോനെ എന്ന് നമുക്ക് പറയാം. നമ്മൾ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ കഴിഞ്ഞു. കൺഗ്രാജുലേഷൻ. അപ്പൊ എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പൊ നമ്മുടെ സക്സസ് ജേർണി, നമ്മുടെ ജീവിതം ഒരു വിജയകരമായ യാത്രയാക്കുക എന്നുള്ളതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. ആ ഒരു സക്സസ് ജേർണിയിൽ നമ്മൾ പോകണമെങ്കിൽ സാധാരണക്കാരെ പോലെ എല്ലാ ദിവസവും ആയാൽ ശരിയാവില്ല. നിങ്ങൾക്കറിയാലോ, എന്തെങ്കിലും എക്സ്ട്രാ ആയിരിക്കണം. ലോകത്തിൽ 90% ആളുകളും സാധാരണക്കാരായി ജീവിച്ച് സാധാരണക്കാരായിട്ട് മരിച്ചു പോകുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഓർഡിനറിയാണ്. നമ്മൾ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലുള്ള ആളുകളല്ല, പരസ്യങ്ങളെ എടുത്തിട്ട് കാര്യം വാങ്ങി ഉൽപ്പന്നം വാങ്ങുന്ന ആളുകളല്ല. ഇത് രണ്ടും ഒഴിവാക്കി വന്ന ആളുകളാണ്. അപ്പൊ നമ്മൾ അസാധാരണക്കാരാണ്. അപ്പൊ അസാധാരണക്കാരായിട്ടുള്ള മോർണിംഗ് പാറ്റേണും ഡിഫറന്റ് ആയിരിക്കണം. അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 7 കാര്യങ്ങളാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെക്കുകയല്ല, അടുത്ത 21 ദിവസം, നെക്സ്റ്റ് 21 ഡേയ്സ് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട് എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് പറയാൻ പറ്റുമെന്നുള്ളതാണ് എന്റെ ഗ്യാരണ്ടി. അപ്പൊ ഒന്നാമത് ഏർലി മോർണിംഗ് വേക്കപ്പ് ആണ്. അതിൽ നമ്മളെല്ലാവരും ഒരു പരിധിവരെ ഇപ്പൊ രാവിലെ ഇരിക്കുന്ന ആളുകളൊക്കെ വിജയിച്ചിട്ടുണ്ട്. പല ആളുകൾ ഇപ്പൊ കിടന്നുറങ്ങാണ്. നമുക്ക് ഇവിടെ എണീറ്റ് വരാൻ പറ്റി കുറച്ച് നേരത്തെ, ഒരു 6 മണിക്കുള്ളിൽ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യം. അപ്പൊ ഏർലി മോർണിംഗ് വേക്കപ്പ് നമുക്ക് എല്ലാവർക്കും വേണം. എത്ര നല്ല പ്ലാൻ കിട്ടിയിട്ടും എത്ര നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും കാര്യമില്ല, നമ്മൾ അത് വെച്ച് കിടന്നുറങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഒരു ഏർലി മോർണിംഗ് വേക്കപ്പ് നമുക്ക് വേണം. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം ബോഡി മൂവ്മെന്റ് വേണം. ഇപ്പൊ എന്നെ ഇരിക്കുന്ന ആളുകളൊക്കെ വീഡിയോയിലൊക്കെ അല്ലേ എല്ലാവരും ഉള്ളത്. ഒന്ന് ബോഡി മൂവ്മെന്റ് ഞാൻ നിങ്ങളൊന്ന് സഹായിക്കാം. എല്ലാവരും ഒന്ന് കൈ ഒന്ന് ഇങ്ങനെ കോർത്ത് പിടിച്ചേ, നല്ല 2 കൈ ഒന്ന് കോർത്ത് പിടിക്കുക സ്ട്രോങ് ആയിട്ട്. നല്ല ഭംഗിയുണ്ട് വീഡിയോയിലൊക്കെ ഉള്ള ആളുകളെ. കൈ കോർത്ത് പിടിച്ചിട്ട് അത് നിങ്ങളുടെ മുഖത്തിന് നേരെ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മിഡിൽ ഫിംഗർ ഉണ്ടല്ലോ, 2 വിരലും ഒന്ന് ഉയർത്തി പിടിച്ച്, മിഡിൽ ഫിംഗർ രണ്ടും ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് കൈ നല്ലോണം ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് ആ വിരലുകൾക്കിടയിൽ കൊണ്ടുവരിക, 2 ഇഞ്ച് ഗ്യാപ്പ്. എന്നിട്ട് ആ വിരലുകൾക്കിടയിലേക്ക് നോക്കിയിട്ട് കം ക്ലോസർ എന്ന് പറഞ്ഞാൽ അടുത്ത് വരട്ടെ, കം ക്ലോസർ. വെരി ഗുഡ്. അടുത്ത് വന്നില്ലേ?
അപ്പൊ നിങ്ങൾ രാവിലെ നല്ല മനസ്സിന്റെ ശക്തിയുള്ള ആളുകൾ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുന്നത്. കാരണം എന്താ അറിയോ, നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളെ രണ്ട് വിരലുകളും അടുത്തങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഒരു ബോഡി മൂവ്മെന്റ് കൂടിയാണത്. ഇത് മാത്രമല്ല കേട്ടോ ബോഡി മൂവ്മെന്റ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചെറിയ ചെറിയ വ്യായാമങ്ങൾ, 2 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ് എങ്കിലും നമ്മൾ രാവിലെ വ്യായാമം ചെയ്യണം. കാരണം നമ്മളെ ബോഡി നമ്മൾ ഒരു 5-8 മണിക്കൂറൊക്കെ കിടന്നുറങ്ങി ഒന്നിങ്ങനെ മസിലായിട്ട് നിൽക്കുകയാണ്. അതിനൊന്ന് റിലീസ് ചെയ്യുമ്പോൾ ബ്രെയിനും റിലീസ് ആവും, നമ്മളും റിലീസ് ആവും. അപ്പൊ ഏർലി മോർണിംഗിൽ രണ്ടാമത്തെ കാര്യം ബോഡി മൂവ്മെന്റ് കൊണ്ടുവരണം. ചെറിയൊരു എക്സസൈസ് ഇപ്പൊ ഞാൻ ചെയ്തു, നിങ്ങളുടെ കൈയൊക്കെ ഒന്ന് മൂവ്മെന്റ് ആയി, അതോടൊപ്പം തന്നെ മനസ്സിനും ഒരു സന്തോഷം നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അടുത്ത് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് ഫോക്കസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു നിർത്തുക. അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും കുറച്ച് സമയം നമ്മളൊരു ബ്രീത്ത് ഒക്കെ എടുത്ത് നല്ല പോസിറ്റീവായിട്ട് ഇരുന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവങ്ങളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ മൂന്നാമത്തെ ഒരു കാര്യം ചെയ്യണം. നാലാമത്തെ കാര്യമാണ് വിജയിച്ച ആളുകൾക്ക് മാത്രം ചെയ്യാനും ഇനി വിജയിക്കാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. അതായത് ഒരു ചെറിയ നോട്ട്ബുക്ക് എടുത്തിട്ട് ഒരു 2-3 ആളുകൾക്ക് നന്ദി പറയാ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സന്തോഷമാണ്, ഞാൻ ഇവിടെ തന്നെ അത് ചെയ്യാൻ പോവാണ്. ഒന്നുമല്ലാതിരുന്ന ഒരു സാധാരണ ജോലിക്കാരനായിരുന്ന എന്നെ RCM എത്തിച്ച് അതിലേക്ക് സ്പോൺസർ ചെയ്ത എന്റെ സ്പോൺസറാണ് ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് നന്ദി പറയാന്ന് തന്നെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു സാർ. അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രോഗ്രാമിന് കോട്ടയം വണ്ടർ വേൾഡ് നടക്കുമ്പോൾ 2ാമത്തെ ദിവസം ഉദയകരണത്തിലേക്ക് എന്നെ വിളിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന വലിയ സന്തോഷമുണ്ട്. ഈ പ്രോഗ്രാമിൽ ഞാൻ കുറെ കാര്യങ്ങൾ പറയുമല്ലോ. നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാനുള്ള ഒരു ചാൻസും കൂടെ ഞാൻ തരാം. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു, കോട്ടയം വണ്ടർ വേൾഡ് ആയിട്ട് ബന്ധപ്പെട്ട് ഉദയകരണത്തിൽ പങ്കെടുത്തു, നല്ല കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലോ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒന്ന് എഴുതി വെക്കാം, ഒരു വോയിസ് ആയിട്ട് ഇടാം. അപ്പൊ ഇന്ന് ഉണരാത്ത കുറെ ആളുകൾ നാളെ ഉണരാനെങ്കിലും അത് സഹായിക്കും. അങ്ങനെ ഒരു ഉദയകരണം നടക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ എത്ര കിട്ടിയാലും താങ്ക്ഫുൾ അല്ല മനുഷ്യന്മാർ. താങ്ക്ഫുൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് അവരുടെ ബ്രെയിനിൽ കിട്ടുന്ന ഒരു കാര്യം നീ വിജയി അല്ല എന്നാ. വിജയിച്ച ആളുകൾക്ക് മാത്രമേ നന്ദി പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഫുഡ് കഴിച്ചാൽ താങ്ക് യു, ഒരു പേയ്മെന്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ താങ്ക് യു പറയണമെങ്കിൽ, RCMന്റെ ഒരു പ്രൊഡക്റ്റ് ഒരു പിക്കപ്പ് സെന്ററിൽ തരുമ്പോൾ ഒരു താങ്ക് യു പറയണമെങ്കിൽ അത് സന്തോഷം തരുന്ന ഒരു കാര്യമാവണം. അപ്പൊ നമ്മളൊരു താങ്ക്ഫുൾ ആവുക എന്നുള്ളത് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ലോകത്തിലെ ഏറ്റവും മികച്ച ആറ്റിറ്റ്യൂഡ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണെന്ന് പറയും. TCGക്ക് നന്ദി പറയാം, നമ്മളെ സ്പോൺസേഴ്സിന് നന്ദി പറയാം. കേരളത്തിൽ ഇന്ന് രാവിലെ നമ്മൾ നോക്കൂ, നമ്മുടെ സഫയർ മൂർസാർ ഇന്ന് ഉണർന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ സൂം ഓൺ ചെയ്ത മൂർസാറിന് നമുക്ക് എല്ലാവർക്കും നന്ദി പറയണം. അതുപോലെ സുജിത് സാർ ഇന്നലെ എന്നെ വിളിച്ചു, സുജിത് സാറെ ഈ പ്രോഗ്രാമിലേക്ക് വരണം എന്ന് പറഞ്ഞു. സന്തോഷ് സാറിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റാർ റൂബി വിളിച്ചു. അതുപോലെ ഇന്നലെ തെങ്കാശി വൗ നടക്കുമ്പോൾ എന്റെ അപ്ലൈൻ റൂബി ആയിട്ട് രഞ്ജിത്ത് സാർ അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പങ്കെടുത്തു. നമ്മുടെ ടീമിലുള്ള എമറാൾഡ് റഫീഖ് സാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും, ഞാൻ ഈ ഇടയിലൂടെ ഞാൻ നന്ദി പറയേണ്ട ആളുകളെല്ലാം ഒന്ന് ഓർക്കുകയാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. എല്ലാ ദിവസവും ഒരു 2 ആൾക്കാരോടെങ്കിലും നന്ദി പറയാൻ പറ്റുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ജനിച്ചതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഒരു നല്ല കാര്യത്തിനാന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. നമ്മൾ കംപ്ലൈൻസ് പറയുന്നതിന് പകരം നന്ദി പറഞ്ഞു തുടങ്ങാം. അതുപോലെ തന്നെ സക്സസ് സ്റ്റോറി കേൾക്കുക. ഒരു ചെറിയൊരു 5 മിനിറ്റ് വിജയം, ലോകത്ത് മനുഷ്യൻ ജീവിച്ചത് വിജയിക്കാനാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരുടെങ്കിലും വിജയ കഥകൾ, എത്രാമത്തെ ടിപ്സ് ആണ്? 1, 2, 3, 4, 5ാമത്തെ കാര്യം ഒരു വിജയ കഥ കേൾക്കുക. ഇന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. RCM ബിസിനസ്സിൽ ഒരു സാധാരണക്കാരനായി വന്നിട്ടുള്ള ഏറ്റവും എന്താ പറയാ ഏറ്റവും ദാരിദ്ര്യം അല്ലെങ്കിൽ കഷ്ടപ്പാടെന്ന് വന്നുള്ള ഒരു വ്യക്തി സ്റ്റാർ എമറാൾഡ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് അദ്ദേഹത്തിന്റെ ഒരു വിജയ കഥ കൂടിയാണ് ഇതിനോടൊപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് വേറെ എക്സസൈസിന് പോകേണ്ട കാര്യമില്ല. ഇന്ന് നിങ്ങൾ എന്റെ വിജയ കഥ കേട്ടിട്ടായിരിക്കും ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാൻ പോകുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് സ്റ്റോറികൾ കേൾക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഒരു ഗോൾ നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുക. ഗോൾ എപ്പോഴും എഴുതണം. ലക്ഷ്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. ലക്ഷ്യങ്ങൾ എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് ഒരു ടിപ്സ് പറയാറുണ്ട്. 369 എന്ന് പറയും. 369. ആദ്യം നിങ്ങളെ ലക്ഷ്യങ്ങൾ എല്ലാ ദിവസവും രാവിലെ 3 പ്രാവശ്യം എഴുതുക, പിന്നെ 6 പ്രാവശ്യം എഴുതുക, പിന്നെ 9 പ്രാവശ്യം എഴുതുക. ലക്ഷ്യങ്ങളെ പറ്റി ഞാൻ ഒരുപാട് ട്രെയിനിങ് എടുക്കുന്ന ഒരാളാണ്. അതിന്റെ സൈക്കോളജിക്കലായിട്ടും ഒക്കെ ആയിട്ട് ഞാൻ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. പക്ഷെ ലക്ഷ്യങ്ങൾ, ഗോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലരും ഉണ്ടെന്ന് പറയുകയും പറയാൻ മടിക്കുകയും അവർക്കൊരു സങ്കോചാണ്. അപ്പം അവർക്കൊരു ഉറപ്പില്ല പലർക്കും. അപ്പം എനിക്ക് മാർച്ചിൽ റോയൽറ്റി ആവണം, ടെക്നിക്കൽ ആവണം, അല്ലെങ്കിൽ 2026 ഒരു കാർ എടുക്കണം, പുതിയ വീട് എടുക്കണം, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ ലക്ഷ്യം ഉണ്ടാവുമല്ലോ. അതൊരു 3 പ്രാവശ്യം എഴുതുന്നു, വീണ്ടും ഒരു 6 പ്രാവശ്യം എഴുതുന്നു, വീണ്ടും ഒരു 9 പ്രാവശ്യം എഴുതുമ്പോൾ നമുക്ക് പോലും ഉറപ്പില്ലാത്ത ആ ലക്ഷ്യം ഉറയ്ക്കും.
അതാണ് നമ്മുടെ ഗോള് ഡെയിലി എഴുതണം എന്നാ പറയുക. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടാസ്ക് ഓഫ് ദ ഡേ. എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, നമ്മൾ കേൾക്കാറുണ്ട്, ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 5-6-10 ടാസ്ക് ഇന്ന് രാത്രിക്കുള്ളിൽ നിങ്ങൾ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇന്ന് രാവിലെ നിങ്ങൾ ഉദയകരണം അറ്റൻഡ് ചെയ്യുന്നു, ഒരു കുറച്ച് കഴിയുന്ന സമയത്ത് എനിക്ക് ഒരു 4-5 പേരെ വിളിക്കാനുണ്ട്, ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട്. രാത്രി കിടന്നുറങ്ങുന്ന വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു പേപ്പറിൽ ടാസ്ക് ഓഫ് ദ ഡേ, ടു ഡു ലിസ്റ്റ് എന്ന് പറയാം, ടു ഡു ലിസ്റ്റ് ഒന്ന് എഴുതിയിട്ട് ഓരോന്നും ടിക്ക് ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങിയാൽ സ്വാർത്ഥകമായൊരു ദിനം, സന്തോഷകരമായൊരു ദിനം, എന്റെ ഈ എന്നത്തെ ജീവിതം ഭംഗിയായി എന്ന് നമുക്ക് തോന്നും. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമുക്ക് അങ്ങനെ വരും. അപ്പൊ നമ്മൾ സക്സസ് ജേണി മോർണിംഗ് പാറ്റേണിൽ ഒരു സക്സസ് ജേണിയാണ് ഉദ്ദേശിക്കുന്നത്. 7 കാര്യങ്ങൾ, 7 സ്മോൾ സ്റ്റെപ്സ്, വലിയ സ്റ്റെപ്പ് അല്ല, പക്ഷെ ഇതൊരു 21 ഡേയ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. മിനിമം 21 ഡേയ്സ് ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ കാര്യം ഏർലി മോർണിംഗ് വേക്കപ്പ് ആണ്, നേരത്തെ എഴുന്നേൽക്കണം. രണ്ടാമത്തത് ബോഡി മൂവ്മെന്റ് ആണ്. മൂന്നാമത്തെ ഒരു മെഡിറ്റേഷൻ നമ്മൾ കൊടുക്കുക. നാലാമത്തത് ഗ്രാറ്റിറ്റ്യൂഡ്, ആരോടെങ്കിലും നന്ദി ഒക്കെ പറയുക. ഒരു സക്സസ് സ്റ്റോറി കേൾക്കുക. അതുപോലെ തന്നെ ഒരു ഗോള്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒന്ന് എഴുതുക. അതുപോലെ തന്നെ ടാസ്ക് ഓഫ് ദ ഡേ എഴുതുക. ഭയങ്കര പവർഫുൾ സാധനമാണ്. ഞാൻ ഈ ഒരു കാര്യം ഈ അടുത്ത കാലത്ത് കുറെ മാസങ്ങളായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു നേട്ടം എന്താന്നുള്ളത് ഞാൻ പറയാൻ പോവുകയാണ്. ഇനി എന്റെ പ്രസന്റേഷനിൽ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ പറയും. അടുത്ത നമ്മുടെ പാർട്ട് ബിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമുക്ക് വിജയിക്കണമെങ്കിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ വേണം. ഒരു നല്ല അടിത്തറയിൽ നിന്നുകൊണ്ടാണ് എന്തും കെട്ടിപ്പൊക്കാൻ പറ്റുള്ളൂ. സ്ട്രോങ് ഫൗണ്ടേഷൻ എന്താണ്? നമ്മുടെ RCM ബിസിനസ്സിൽ വിജയിക്കാനുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ എന്നുള്ള ഒരു 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാം പോയിന്റ് ആയിട്ട് ആയതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും റീകളക്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാലോ, നമ്മളിപ്പോ ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഒരു നല്ല അടിത്തറ വേണ്ടേ? അടിത്തറ സ്ട്രോങ് ആണെങ്കിൽ. അപ്പൊ നമ്മൾ RCMൽ ജോയിൻ ചെയ്തു. ഇതിനകത്ത് നമുക്ക് വിജയിക്കാൻ ആവശ്യമായ നല്ല അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ഉറച്ച മനസ്സാണ്, അല്ലെങ്കിൽ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ മൈൻഡ് സെറ്റാണ്. നിങ്ങൾ ഏത് രീതിയിലുള്ള മൈൻഡ് സെറ്റ് ആണ് നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണുള്ളത് എന്നുള്ള അടിസ്ഥാനത്തിലാണ്, ആ മനസ്സിൽ നിന്നാണ് എല്ലാം നേടിയെടുക്കാൻ പറ്റുക. നമ്മുടെ മനസ്സ്, നല്ല മൈൻഡ് സെറ്റ് ഒരു പോസിറ്റീവ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കണം. ഇപ്പം എന്റെ ജീവിതത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. കാരണം ഇന്നത്തെ കാലത്ത് RCMൽ വന്ന പോലുള്ള ഒരാളല്ല. ഏതാണ്ട് ഒരു 10-17 വർഷം മുമ്പ് RCMൽ ജോയിൻ ചെയ്തു. അത്യാവശ്യം എന്റെ വീട്ടിൽ നിന്ന് 55 കിലോമീറ്റർ ദൂരത്ത് കോഴിക്കോട് നഗരത്തിലുള്ള ഒരു ഷോപ്പിൽ പോയി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് ആളുകളെ പരിചയപ്പെടുത്തി. അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് ചെറിയ ചെറിയ വരുമാനത്തിൽ കുറച്ച് അത്യാവശ്യം നല്ല വരുമാനത്തിലേക്കൊക്കെ എത്തിയ സമയത്ത് ഡയറക്ട് സെൻഡിങ് ഇൻഡസ്ട്രിയിൽ ആകമാനം പ്രോബ്ലം വന്നു. 1-1.5 വർഷം ഞങ്ങൾക്കും കമ്പനിക്കൊക്കെ, ഇന്ത്യയിലെ എല്ലാ കമ്പനികളും ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ആ ബ്രേക്ക് എടുത്ത കാലഘട്ടത്തിൽ പോലും ഈ ഇൻഡസ്ട്രിക്ക് വേണ്ടി സമരങ്ങള്, പോരാട്ടങ്ങള്, ലീഗാലിറ്റി ഒക്കെ നയിച്ചു. അതൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അതൊക്കെ ഞങ്ങളുടെ മൈൻഡ് സെറ്റിന്റെ ആ കാലഘട്ടത്തിൽ, സന്തോഷ് സാർ എന്റെ മുമ്പിലുണ്ട്, മൂർത്തി സാറുണ്ട്, ഗോകുമാർ സാറ്, സുജിത് സാർ, അങ്ങനെ സീനിയർ ആയിട്ടുള്ള ഇന്ന് കേരളത്തിലുള്ള ലീഡേഴ്സിന് മാത്രം അത് വല്ലാത്തൊരു മൈൻഡ് സെറ്റാ. കാരണം നമ്മൾ സ്വപ്നം കണ്ട ഒരു പ്രസ്ഥാനം വന്നു, അത് പ്രവർത്തിച്ച് അതിനൊരു ബ്രേക്ക് ഉണ്ടാകുന്ന സമയത്തുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, പവർഫുൾ മൈൻഡ് സെറ്റാ. അതായത് തീയിൽ മുളച്ച ആളുകൾ എന്ന് പറയാം, പിന്നെ വെയിലത്ത് വാടൂല. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ വന്ന ആളുകൾക്ക് ഭയങ്കര കരുത്താ. അപ്പൊ നമുക്കൊരു സ്ട്രോങ് മൈൻഡ് സെറ്റ് വേണം. ഇപ്പൊ എന്റെ മൈൻഡ് സെറ്റ് ഉണ്ട്, ഞാനിപ്പോ സ്റ്റാർ എമറാൾഡ് എന്നുള്ള അത് ഒരു കാലഘട്ടം. പിന്നീട് നമ്മുടെ മനസ്സ് ഇങ്ങനെ ഉറപ്പിച്ച് ഓരോ ലക്ഷ്യങ്ങളിൽ ഉറപ്പിച്ച് നിൽക്കണം. ഞാനിപ്പം നിങ്ങളുടെ മുമ്പിൽ സ്റ്റാർ എമറാൾഡ്, ഈ ഒരു ക്വാർട്ടർ കഴിയുമ്പോൾ റൂബി ആയിട്ട് വരും, ഈ ഒരു വർഷം ക്ലോസ് ചെയ്യുമ്പോൾ കേരളത്തിലെ അടുത്ത കോർ ലീഡർ ആയിട്ട് വരും. അതൊക്കെ എന്റെ മൈൻഡ് സെറ്റാ. അത് കേൾക്കുന്നതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഗുണം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരെങ്കിലും വിജയിച്ചു എന്ന് കേൾക്കുമ്പോൾ ഗുണമുള്ള ആളുകൾക്ക് മാത്രമേ ഇതിൽ എന്തെങ്കിലും ആവാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ മനസ്സുറപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ആരെങ്കിലും ഒക്കെ ഇവിടെ RCMൽ റോയൽറ്റി ആയിട്ടുണ്ടെങ്കിൽ, ടെക്നിക്കൽ ആയിട്ടുണ്ടെങ്കിൽ, റൂബി ആയിട്ടുണ്ടെങ്കിൽ, സഫയർ ആയിട്ടുണ്ടെങ്കിൽ, ഡയമണ്ട് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവാൻ പറ്റുമെന്നാ എനിക്ക് തോന്നുന്നത്. എത്ര പേർക്ക് അങ്ങനെ തോന്നുന്നുണ്ട്? ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്കും ആവാൻ പറ്റും, ഒരു യെസ് അടിക്കാൻ പറ്റുമോ? ആരെങ്കിലും ഒക്കെ അച്ചീവർ ആയിട്ടുണ്ടെങ്കിൽ എനിക്കും അച്ചീവർ ആവാൻ പറ്റും. ഗോപകുമാർ സാർ പറയുന്ന ഒരു കാര്യം, ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവാൻ പറ്റും, ആരുമായില്ലെങ്കിൽ ഞാൻ ആദ്യമായി തീരുന്ന. യെസ്, വെരി നൈസ് ലീഡേഴ്സ്. നിങ്ങൾ ഇന്ന് രാവിലത്തെ ആദ്യത്തെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചാറ്റാ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും വിജയിക്കാൻ പറ്റും എന്നുള്ള ഒരു ചാറ്റാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്.
ഞാൻ എന്റെ മൈൻഡ് സെറ്റ് ആണ് പറഞ്ഞത്. ഞാൻ ഏറ്റവും പ്രോബ്ലത്തിൽ നിന്ന് വന്നു, ഒരു അച്ചീവ്മെന്റിലേക്ക് വന്നു, അവിടെ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായി, അവിടുന്ന് തിരിച്ചു വന്നു. ഇന്ന് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രീന്റെ പൊസിഷൻ എന്താ? ഇന്ത്യയിലെ ഗൈഡ് ലൈൻ ആദ്യം വന്ന സംസ്ഥാനത്ത് ജീവിക്കുന്ന മലയാളികളാണ് നമ്മൾ. രണ്ടാമത് ഗൈഡ് ലൈൻ വന്നത് നമ്മുടെ ഹെഡ് ഓഫീസുള്ള രാജസ്ഥാനിലാണ്. പാർലമെന്റിൽ നിയമം വന്നു, മോണിറ്ററിംഗ് മെക്കാനിസം വന്നു, ഓൺലൈൻ പോർട്ടൽ വന്നു. കേരളത്തിൽ ഡയറക്ട് സെല്ലിംഗ് അസോസിയേറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ലിസ്റ്റിംഗിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. അങ്ങനെ ഇനി വരുന്ന കാലഘട്ടത്തില് ഡാർസിഎമ്മിൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു മോശം കാര്യമായി മാറാൻ പോവുക. കാരണം ഇത്രയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങള്, ഇത്രയും നല്ല കാര്യങ്ങള്, ഇത്രയും ആരോഗ്യം, ഇതെല്ലാം കിട്ടുന്ന ഒരു കമ്പനിയിൽ നീ അറിഞ്ഞില്ലേടാ മണ്ട, നീ എന്തിനായി ഫോണും കുത്തിപ്പിടിച്ച് നടക്കുന്നത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അപ്പം നമ്മളെ മനസ്സ് അങ്ങനെ ഉറപ്പിച്ചു വെക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഒരു ഹെൽത്തി പവർഫുൾ ബോഡി വേണം. മനസ്സ് ഓക്കെയാണ്. രണ്ടാമത് നമുക്ക് വേണ്ടത് ഒരു ഹെൽത്തി പവർഫുൾ ബോഡിയാ. ഇപ്പൊ നോക്കിയാൽ ഞാനിവിടെ രാവിലെ കുടിക്കുന്നത് കിഡ്സ് ഡ്രിങ്കാ. കാണുന്നുണ്ടല്ലോ. അതായത് ഞാൻ പ്രസന്റേഷൻ എടുക്കുന്ന സമയത്ത് ന്യൂട്രിചാർജ് കിഡ്സ് ഒരു ഇളം ചൂട് വെള്ളത്തിൽ ഒരു 1/2 സ്പൂൺ ഇടും. രാവിലെ ഒക്കെ നമ്മൾ എഴുന്നേൽക്ക് വരുന്ന സൗണ്ട് ഒക്കെ ഒന്ന് അടിപൊളിയാവാൻ വേണ്ടി. അപ്പൊ ഇതൊരു കിഡ്സ് ഡ്രിങ്കാ. ഒരുപാട് കിഡ്സ് ഇല്ല, കുറച്ച് കിഡ്സ്. അപ്പൊ അങ്ങനെ നമുക്ക് ഇപ്പുറത്തൊരു ഡ്രിങ്ക് നിങ്ങൾക്ക് കാണാം, ഒരു പച്ച കളറിലൊരു വെള്ളം. ഇത് S5 ഇട്ട വെള്ളം. കാരണം ഈ അടുത്ത കാലത്ത് കുറെ പ്രോഗ്രാം ഒക്കെ ചെയ്ത് എനിക്ക് തൊണ്ടയ്ക്ക് കുറച്ച് ഹെൽത്ത് കൂടുതൽ വേണം തോന്നി. 2 വെള്ളം കാണിച്ചില്ലേ രാവിലെ. അപ്പൊ 2 പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തിയാ കേട്ടോ. ഏതൊരു പ്രസന്റേഷനിലും ആളുകൾക്ക് ഗുണകരമായ 2 പ്രൊഡക്റ്റ് പറയുക എന്നുള്ളത് ഒരു ശീലമാണ് നമ്മളുടെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹെൽത്തി ബോഡി ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാലോ, രാവിലെ റൈസ് ബ്രാൻ ഓയിലൊക്കെ കുടിച്ച് PVMF ബ്രേക്ക്ഫാസ്റ്റ്, എന്റെ പ്രോട്ടീൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ കഴിച്ച് ഒരു 100 രൂപയെങ്കിലും സ്വന്തം ശരീരത്തിന് ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു കാര്യമില്ല. അതിനുള്ള അനുഗ്രഹം നമ്മളെ RCM തരുന്നുണ്ട്. ഇത്രയും ഗുണകരമായ ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്, അത് ഉപയോഗിക്കണം. അടുത്തൊരു കൊല്ലം ഇവിടെ പറയുന്ന ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യമൊക്കെ നന്നായിട്ട് പ്രവർത്തിച്ചാൽ നിങ്ങൾ ഉറപ്പായിട്ടും RCMൽ ഒരു ടെക്നിക്കൽ അച്ചീവർ ആകും. 2026 ക്ലോസ് ചെയ്യുമ്പോൾ ഒരു 50,000 60,000 രൂപ ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടും. അത് കിട്ടുമ്പോ എന്താ കുഴപ്പം എന്ന് പറഞ്ഞാൽ ആ പൈസ ഇങ്ങനെ വന്ന് വീഴുമ്പോ കൈകൊണ്ട് താങ്ങാനുള്ള ആരോഗ്യം വേണ്ടേ? കുറച്ച് കഴിഞ്ഞാൽ എമറാൾഡ് ആവും, സ്റ്റാർ എമറാൾഡ് ആവും, റൂബി ആവും, സഫയർ. ഈ പണമൊക്കെ ഇങ്ങനെ കയ്യിൽ വന്ന് വീഴുമ്പോ കുറച്ച് ശക്തി വേണം. ഒരു 5 ലക്ഷമൊക്കെ ഇങ്ങനെ വന്ന് വീഴുമ്പോൾ താങ്ങാൻ പറ്റണം. അതിനെന്ത് വേണം? പണം വരും എന്നുള്ള കാര്യം ഗ്യാരണ്ടി ആണല്ലോ. നല്ല പവർഫുൾ ആയിട്ടുള്ള ബോഡി വേണം. അപ്പൊ അതിന് RCMൽ നമുക്ക് കുറച്ച് പ്രോട്ടീൻ പൗഡറും ഗൈനറൊക്കെ ഇടയ്ക്കൊന്ന് ഉപയോഗിക്കാം. അപ്പൊ മസിലൊക്കെ ഒന്ന് സ്ട്രോങ് ആവും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? ഹെൽത്തി പവർഫുൾ ബോഡി വേണം. അപ്പൊ പ്രോട്ടീൻ പൗഡർ, വൈറ്റമിൻസ് ഓരോരുത്തരും, നമ്മളെ കുട്ടികൾ മുതൽ ഗർഭിണിയായിട്ടുള്ള അമ്മമാർ മുതൽ കുട്ടികൾ മുതൽ എല്ലാവർക്കും അല്ലെ, ജനിച്ച് വീഴുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ന്യൂട്രീഷൻ ഒക്കെ കൊടുക്കാൻ RCMൽ കഴിയും. ഗാമ ഓറിജിനോള്, വെജോമേഗ, എല്ലാ പ്രൊഡക്റ്റുകളും നമ്മളോടൊപ്പം ഉണ്ട്. മൂന്നാമത്തെ കാര്യം സക്സസ് വിഷ്വലൈസേഷനാണ്. നമ്മുടെ ഫൗണ്ടേഷനിലുള്ള 3 കാര്യമാണ്. ഒന്ന് മൈൻഡ് സെറ്റ് ഞാൻ പറഞ്ഞു, രണ്ടാമത്തത് ഹെൽത്തി പവർഫുൾ ബോഡി വേണം, സക്സസ് വിഷ്വലൈസേഷൻ. അത് നമ്മുടെ ഉപബോധ മനസ്സുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, ഈ ബിസിനസ്സിൽ സീരിയസ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ എന്നോടൊപ്പം ഉള്ളൂ എന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ അടുത്തൊരു ക്വാർട്ടറിൽ അല്ലെ ഈ ഒരു വർഷം നെക്സ്റ്റ് ഒരു വേദിയിൽ നിങ്ങൾ നേടുന്ന ഒരു അവാർഡ്, ഒരു അച്ചീവ്മെന്റ് വിഷ്വലൈസ് ചെയ്തിട്ട് വേണം രാവിലെ ഉണരാൻ വേണ്ടി. രാത്രി കിടന്നുറങ്ങുമ്പോഴും അത് വേണം. അതായത് നമ്മൾ എഴുന്നേറ്റത് നമ്മൾ ആ നേട്ടം വിഷ്വലൈസ് ചെയ്യാം. ഇപ്പൊ എനിക്കിപ്പം ഞാൻ RCMൽ വന്നതിന് ശേഷം ഓരോ കാറുകൾ അപ്ഗ്രേഡ് ചെയ്തു. ഇപ്പൊ 3ാമത്തെ കാർ എടുത്തു. ഇപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ എന്റെ അടുത്ത ബെൻസാ ഞാൻ കാണുന്നത്. കണ്ടോ, മൈ ഡ്രീം കാർ ബെൻസ് കാണുന്നുണ്ട്. അത് ഫിസിക്കലി കാണുന്നതോടൊപ്പം തന്നെ മെന്റലി കൂടി നമുക്ക് കാണാൻ പറ്റണം. സക്സസ് മനസ്സുകൊണ്ട്. കാരണം നമ്മുടെ ബോധ മനസ്സിനേക്കാൾ 30,000 മടങ്ങ് ശക്തിയുള്ള ഒരു ഉപബോധ മനസ്സ് നമുക്കുണ്ട്. നമ്മുടെ ശീലങ്ങൾ എല്ലാം നയിക്കുന്ന ആ ഉപബോധ മനസ്സിലേക്ക് ഇമേജസ് ആണ് പ്രധാനം, വിഷ്വൽ ചിത്രങ്ങൾ. അപ്പൊ ഒരു 3 കാര്യങ്ങൾ നമ്മുടെ ഫൗണ്ടേഷൻ. എന്താ പറയാ, ഒന്നാമത്തെ കാര്യം നമുക്ക് നല്ല മൈൻഡ് സെറ്റ് വേണം, രണ്ടാമത്തെ നല്ല പവർഫുൾ ബോഡി വേണം, ഹെൽത്തി ബോഡി വേണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഒരു വിഷ്വലൈസേഷൻ പവർഫുൾ ആയിരിക്കണം. ഇനി അടുത്ത ഒരു പാർട്ടിലേക്ക് നമ്മൾ കിടക്കാണ്. ഇപ്പൊ എന്തൊക്കെയായിന്നറിയോ? ആദ്യത്തെ പാർട്ട് നമ്മളെ സക്സസ് ജേണി മോർണിംഗ് പാറ്റേൺ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ഒരു പാർട്ട് നമ്മുടെ ഫൗണ്ടേഷൻ, നല്ല അടിത്തറ. ആ അടിത്തറയിൽ നല്ല മൈൻഡ് സെറ്റ് ഉണ്ടാവണം, നല്ല ഹെൽത്തി ആൻഡ് പവർഫുൾ ബോഡി ഉണ്ടാവണം, നല്ല വിഷ്വലൈസേഷൻ വേണം. 2 പാർട്ട് പറഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് പാർട്ട് C ആൻഡ് ലാസ്റ്റ് പാർട്ടാണ്.
അതോടുകൂടി ഇന്നത്തെ പ്രസന്റേഷൻ നമ്മൾ അവസാനിപ്പിക്കും. കാരണം ഒരു ഉദയകരണത്തിൽ വന്നിട്ട് സംസാരിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, അതും ഞാൻ മനസ്സിലാക്കണ്ടേ. ആ പാർട്ട് സി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാസീവ് ആക്ഷൻ പ്ലാനിനകത്ത്, മാസീവ് ആക്ഷൻ പ്ലാൻ, എന്റെ ടൈറ്റിൽ ഇല്ലേ, മാസീവ് ആക്ഷൻ പ്ലാൻ സക്സസ് ലവ് സ്പീഡ്, അതിനകത്ത് പറയേണ്ട പോയിന്റുകൾ. കാരണം അത് പ്രതീക്ഷിച്ച് വന്ന ആളുകൾക്ക് അതിന്റെ ടിപ്സ് ഞാൻ കൊടുത്തില്ലെങ്കിൽ മോശമായി പോലെ. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെ കാര്യം ബി ഇൻ കോർ എന്നാ ഞാൻ പറയാം. നിങ്ങളൊരു കോർ ടീമിലേക്ക് വരണം. കോർ ടീമിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80-20 പ്രിൻസിപ്പിൾ ഉണ്ട് എവിടെ. നിങ്ങളൊരു സർക്കാർ ഓഫീസിലോ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെയോ എവിടെ പോയി കഴിഞ്ഞാലും നന്നായി പണിയെടുക്കുന്ന ഒരു 80% ആളുകളും അത്യാവശ്യം ജോലിയാണല്ലോ എന്ന് വിചാരിച്ച് പണിയെടുക്കുന്ന, നന്നായി പണിയെടുക്കുന്ന 20% ആളുകളും ഈ പണിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു 80% ആളുകളുണ്ടാവും. ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന 20ഉം അത്യാവശ്യം ഇത് വന്നല്ലോ, ഈ ജോലി കിട്ടിപ്പോയല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ ആ 20ക്കാണ് ശരിക്കും സന്തോഷം ഉണ്ടാവുക, ആ 20ക്കാണ് ബെനിഫിറ്റ് ഉണ്ട്. RCM ബിസിനസ്സിലും നമ്മൾ ഇന്ന് രാവിലെ നോക്കിയ ഇത്ര ആളുകൾ ഇവിടെ എഴുന്നേറ്റ് വന്നു. ഇവര് നന്നായിട്ട് RCM, ഇന്ന് രാവിലെ കുറച്ചുകൂടി ആൾക്കാർക്കൊക്കെ വരായിരുന്നു. അവർ ഈ കോറിലേക്ക് വരാൻ താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ് ഇവിടെയൊക്കെ എത്തുന്നത്. എല്ലാം മികച്ചത് കിട്ടണം. ഇപ്പൊ RCMൽ വരുമാനം കൊടുക്കുന്നുണ്ട്. RCMൽ പ്രൊഡക്റ്റ് വാങ്ങുന്നവർക്ക് തന്നെ നേട്ടമല്ലേ. മാർക്കറ്റിനേക്കാൾ ഒരു 30% വിലക്കുറവാണ്, സ്പോട്ട് ഡിസ്കൗണ്ട് ഉണ്ട്, പിന്നെ 6 മാസം ഉൽപ്പന്നം വാങ്ങിക്കഴിഞ്ഞാൽ ഫ്രീ ഗുഡ്സുകൾ പല തരത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഒരു 100% ആൾക്കാർക്കും വാങ്ങാൻ പറ്റുന്നതാണ്. പക്ഷെ ഇതിനകത്ത് വിതരണം ചെയ്യപ്പെടുന്ന പണത്തിന്റെ 80% അതിന്റെ ആ വലിയ വരുമാനത്തിന്റെ ഒരു 20%ത്തിലേക്ക് വരണമെങ്കിൽ ഒരു കോർ ആവണം. ഒരു മരമൊക്കെ മുറിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കാതൽ എന്ന് പറയൂലേ, ആ കാതലായിട്ട് നമുക്ക് മാറാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സിസ്റ്റത്തിലേക്ക് വരണം. RCMന്റെ സിസ്റ്റത്തിലേക്ക്. കാതലായിട്ടുള്ള ആളുകൾക്ക് സിസ്റ്റത്തിൽ എല്ലാ കാര്യങ്ങളും, സിസ്റ്റത്തിൽ 21 കാര്യങ്ങളുണ്ടല്ലോ, 6 ബേസിക്സ് ഉണ്ട്. അതിൽ നമുക്ക് 100% പ്രൊഡക്റ്റ് യൂസ് മുതൽ എന്തൊക്കെയാണ് 6 ബേസിക്സിലുള്ള 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ ബിൽ ലിസ്റ്റ് ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഇൻവിറ്റ് ചെയ്യുക, ഫോളോ അപ്പ് പ്ലാൻ കൊടുക്കുക, ഫോളോ അപ്പ് കൊടുക്കുക, സ്റ്റാർട്ടപ്പ് ചെയ്യുക, അങ്ങനെ 6 കാര്യങ്ങളില്ലേ. പിന്നെ 8 കോർ സ്റ്റെപ്പ് ഉണ്ട്, 7. ഇത് നമ്മൾ ചെയ്യണം. അതിൽ ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട ടിപ്പ് നിങ്ങൾക്ക് പറയാൻ പോകുന്നത് നെവർ സ്റ്റോപ്പ് സ്പോൺസറിങ്. പുതിയ ആളുകളോട് ഷെയർ ചെയ്യുന്നതും അതുപോലെ തന്നെ പുതിയ ആളുകളെ കൊണ്ടുവരുന്നതും നമ്മൾ ഒരു മാസീവ് ആക്ഷൻ പ്ലാൻ, ഒരു വലിയ വിജയ പദ്ധതിയാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിലവിൽ കൊണ്ടുവന്ന ആളുകളെ തന്നെ വിജയിപ്പിക്കുന്നതിനോടൊപ്പം പുതിയ 100 കോടി ആളുകൾ ഇനിയും ഇന്ത്യയിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് വരും. അവരെ നമുക്ക് RCMൽ കൊണ്ടുവരണം. അതാണ് ഇന്ത്യൻ അതോറിറ്റിന്റെ ഒക്കെ കണക്കുകൾ. ഇപ്പൊ 4.5 കോടി ആളുകൾ RCMൽ ജോയിൻ ചെയ്തു. 100 കോടി ആളുകൾ RCMലേക്ക് വരാൻ, ഡയറക്ട് സെല്ലിംഗിലേക്ക് വരാൻ റെഡിയാണ്. അതിനുള്ള സാഹചര്യമുണ്ട്. അവരെ RCMലേക്കും എന്റെ RCMലേക്ക്, നിങ്ങളുടെ RCMലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങൾക്ക് വേണ്ട ഒരു കോർ ടീമിൽ വരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാസീവായിട്ട് സക്സസ് ആകാൻ സഹായിക്കും. അപ്പം പുതിയ ആളുകളെ ജോയിൻ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള പ്രവർത്തന പദ്ധതികൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. അത് ഒരു വളരെ പ്രധാനപ്പെട്ട. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാസീവ് ഇൻകം ഫൈറ്റർ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം തേഴ്സ്റ്റ്, പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യാനുള്ള ശക്തമായ പ്രവർത്തനം ഉണ്ടാവും. പാസീവ് ഇൻകം എങ്ങനെ ഉണ്ടാവുക? പാസീവ് ഉണ്ടാക്കണം, നല്ലൊരു ടീമിനെ സൃഷ്ടിക്കണം. ജോയിനിങ് ചെയ്ത ആളുകളെ വെൽക്കം മീറ്റിംഗ്, ട്രെയിനിങ് ഒക്കെ കൊടുത്ത് നമ്മൾ സൈലന്റ് ആയാലും അവര് ചെയ്യുമെന്നുള്ള കാര്യത്തിലേക്ക് അവർ എത്തിക്കണം. അതാണ് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഞാൻ എന്റെ മീറ്റിങ്ങിലൊക്കെ ഇടയ്ക്ക് പറയാറുണ്ട്, നിങ്ങളുടെ നാവ് തളരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ 10 പേരെ സൃഷ്ടിക്കുക. നിങ്ങളുടെ കാലുകൾ തളരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി നടക്കാൻ 10 പേരെ സൃഷ്ടിക്കുക. ഇത് ഞാൻ എപ്പോഴോ പറഞ്ഞു പോയൊരു കാര്യമാണ്, നിങ്ങൾക്ക് അത് എപ്പോഴും പറയാം. കാരണം നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ നമ്മൾ അതിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ നാവ് തളരുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ 10 പേരെ സൃഷ്ടിക്കുക. നിങ്ങളുടെ കാലുകൾ തളരുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി നടക്കാൻ 10 പേരെ സൃഷ്ടിക്കുക. അപ്പൊ എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മളില്ലെങ്കിലും കാര്യങ്ങൾ നടക്കുന്ന രീതിയിലേക്കുള്ള ടീം സെറ്റ് ചെയ്തെടുക്കുക. സ്പോൺസറിങ് മാത്രം നടത്തിയിട്ട് കുറെ കുട്ടികളെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം, അവരെ പഠിപ്പിക്കണം, അവരെ സൂം മീറ്റിംഗിലേക്ക് വിളിക്കണം, അവരെ പ്രോഗ്രാമിലേക്ക് വിളിക്കണം, അവരെ ഇവന്റിലേക്ക് വിളിക്കണം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട. മൂന്നാമത്തെ ഒരു കാര്യം ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളുകളെ, നമ്മൾ ഇന്നൊരു സൈറ്റിൽ കയറി ഒരു ജോയിനിങ് അടിക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരാളെങ്കിലും നമ്മളെ ടീമിൽ ആ പണി എടുക്കണം. നമ്മളൊരു ഹോം മീറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഒരാളെങ്കിലും ഹോം മീറ്റിംഗ് ചെയ്യണം. നമ്മളൊരു ട്രെയിനിങ് എടുക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരാളെങ്കിലും ചെയ്യണം.
അപ്പം നിങ്ങളോടൊപ്പം നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്, ഞാൻ അതിനൊരു ഡ്യൂപ്ലിക്കേഷന്റെ ഒരു മെത്തേഡ് പറയാം. എത്ര പേർക്ക് വാ കൊണ്ട് ആശയം പറയാൻ പറ്റുന്നവരുണ്ട്? നിങ്ങൾക്ക് വായ കൊണ്ട് മാത്രം പറയാൻ പറ്റുക. എത്ര പേർക്ക് എഴുതി പറയാൻ പറ്റുന്നവരുണ്ട്? പേന കൊണ്ട് പേപ്പറിൽ എഴുതി പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? ഡ്യൂപ്ലിക്കേഷന്റെ ഓരോ സ്റ്റെപ്പുകളാണ്. എത്ര പേർക്ക് പ്രോഗ്രാം പ്രസന്റേഷൻ ബോർഡിൽ മാർക്കർ ഉപയോഗിച്ച് പറയാൻ പറ്റുന്ന എത്ര ആളുകൾ നിങ്ങളോടൊപ്പം ഉണ്ട്? ബോർഡിൽ മാർക്കർ, വാ കൊണ്ട് പറയുന്നവർ, പേന കൊണ്ട് പേപ്പറിൽ എഴുതി പറയുന്നത്, ബോർഡിൽ മാർക്കർ ഉപയോഗിച്ച് പറയുന്നത്. PPT പ്രസന്റേഷൻ ചെയ്യുന്ന എത്ര ആളുകൾ? പവർ പോയിന്റ് പ്രസന്റേഷൻ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? എത്ര പേര് നിങ്ങളുടെ ടീമിൽ ഒരു എന്താ പറയാ നല്ല രീതിയിലുള്ള NDOP, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ട്? എത്ര പേര് നല്ല രീതിയിൽ ട്രെയിനിങ് പ്രോഗ്രാം എടുക്കുന്നയാൾ? നിങ്ങളുടെ ടീമിൽ എത്ര സെലിബ്രിറ്റികൾ ഉണ്ട് എന്നുള്ളത് ലാസ്റ്റ് ചോദ്യം. നിങ്ങളൊരു സെലിബ്രിറ്റി ആണെന്നുള്ളത് മാത്രമല്ല ചോദ്യം. നിങ്ങളെ ടീമിൽ എത്ര പേർക്ക് ഒരു ചീഫ് ഗസ്റ്റ് ആവാൻ ഒരു സെലിബ്രിറ്റി ആവും? ഞാൻ ഇപ്പം വളരെ ആ കാര്യത്തിൽ എന്റെ ഏറ്റവും വലിയൊരു സക്സസ് ആയിട്ട് ഞാൻ കാണുന്നത്, ഇപ്പം സന്തോഷ് സാർ എന്നെ വിളിച്ച സമയത്ത് പറഞ്ഞു വൗ ഇവന്റ്സിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാൾ. ഞാൻ ആ വൗ ഇവന്റ്സിൽ എല്ലാ സ്ഥലത്തും പല സമയത്തും ചീഫ് ഗസ്റ്റ് ആയിരുന്നു, സ്പെഷ്യൽ ഗസ്റ്റ് ആയിരുന്നു. ഈ ക്വാർട്ടറിൽ, ഈ കഴിഞ്ഞ ഡിസംബർ ക്വാർട്ടർ കഴിഞ്ഞ് ഈ പ്രാവശ്യം 6 ഇവന്റ്സ് കഴിഞ്ഞു. അതിൽ 3 ഇവന്റ്സിലും എന്റെ ടീമിലുള്ള ആളുകൾ ചീഫ് ഗസ്റ്റോ സ്പെഷ്യൽ ഗസ്റ്റോ ആവുകയും ഞാൻ സൈലന്റ് ആവുകയും ചെയ്ത 3 ഇവന്റാണ് നടന്നത്. അത് ഡ്യൂപ്ലിക്കേഷന്റെ ടോപ്പ് ലെവലാ. നമ്മൾ ഉണ്ടെങ്കിൽ മാത്രം നടക്കുന്നതാവരുത് നമ്മുടെ ബിസിനസ് എന്നുള്ള ഒരു പാഠത്തിൽ നിന്നാണ് അത് ചെയ്യാൻ പറ്റിയത്. 3 സ്ഥലത്ത്. ഇന്നലെ തെങ്കാശി നടന്നു, ഞാൻ പങ്കെടുത്തിട്ടില്ല, പക്ഷെ ഞാനില്ലെങ്കിലും എല്ലാം ഭംഗിയായി നടന്നു. ഏറ്റവും നല്ല ഹാളിൽ നടന്നു. തെങ്കാശി ടീമിന്റെ ആ പ്രോഗ്രാം ഹോളിന്റെ അബ്ദുറഹീം സാർ എന്നോട് പറഞ്ഞു, സാർ എന്തായാലും വരണം, മധുരം ഹാൾ അടിപൊളി ഹാളാണ്, സാർ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വന്ന ഹാളാണ്. ഞാൻ പറഞ്ഞു ഈ പ്രാവശ്യം ചീഫ് ഗസ്റ്റ് റൂബി രഞ്ജിത്ത് സാറാണ്, സ്പെഷ്യൽ ഗസ്റ്റ് നമ്മുടെ ടീമിലുള്ള എമറാൾഡ്, എന്റെ ടീമിൽ തന്നെയുള്ള എമറാൾഡ് റഫീഖ് സാറാണ്. അതിൽ മാറ്റമില്ല. നിങ്ങൾ എത്ര വലിയ ഹാൾ ഉണ്ടാക്കിയാലും കാര്യമല്ല, അവരാണ് ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആൻഡ് ചീഫ് ഗസ്റ്റ്. അപ്പം അവിടെ നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മൾ ഒരു ലെവല്, ഇത് സ്റ്റാർ എമറാൾഡ് എന്ന് പറഞ്ഞ ലെവലിൽ നിന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ബാധകമാകുക എന്നുള്ളതല്ല. നിങ്ങളിപ്പോ ഒരു അവിടെ ബാധിക്കേണ്ട കാര്യം, നിങ്ങളൊരു പ്രൊഡക്റ്റ് പറയുന്നുണ്ട്, പ്രൊഡക്റ്റ് പറയാൻ പറ്റുന്ന ഒരാള്, അല്ലെങ്കിൽ ഒരു പ്ലാൻ പറയുന്നുണ്ട്, പ്ലാൻ പറയാം. ഓരോ ലെവലാ. ഓരോ ലെവൽ എത്തുമ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ടീമിലുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച ഡ്യൂപ്ലിക്കേഷൻ മാതൃക. ഞാനുണ്ടെങ്കിൽ മാത്രമാണ് എല്ലാം നടക്കുക എന്നുള്ളൊരു കാര്യമല്ല. ആദ്യ ലെവലിലേക്ക് നമുക്ക് മാറ്റണം. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു, ഒരു ജസ്റ്റ് പ്രൊഡക്റ്റ് പറയുന്നത് മുതൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ചീഫ് ഗസ്റ്റ് വരെയുള്ളതിലേക്ക് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടുവരാൻ പറ്റണം. നമ്മളെപ്പോഴും ചീഫ് ഗസ്റ്റ് ആയക്കൊണ്ട് കാര്യമില്ല, നമ്മളെപ്പോഴും പ്ലാൻ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, നമ്മളെപ്പോഴും പ്രൊഡക്റ്റ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ ലെവലിലേക്ക് നമുക്ക് കാര്യങ്ങൾ മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ പാർട്ട് സിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു കോർ ആയിട്ടുള്ള ആളായി മാറാൻ തയ്യാറാവുക. RCMൽ ഇഷ്ടം പോലെ, ഇപ്പൊ നമ്മള് RCMന് ഒരു വലിയ സമുദ്രമാണെന്ന് പറയുകയാണെങ്കിൽ, നമ്മളൊരു വലിയ കടൽ, ബീച്ചിലൊക്കെ പോകുന്നില്ലേ, നമ്മൾ ബീച്ചിലൊക്കെ പോകാറുണ്ടല്ലോ. ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചില ആളുകൾ ബീച്ചിൽ ഷൂവോ ചെരുപ്പോ നനയാതെ ഇങ്ങനെ കൈകെട്ടി ദൂരെ മാറി നിൽക്കും, അല്ലെ? നനയരുത് എന്നാണ് അവരുടെ ഉദ്ദേശം. വലിയൊരു സമുദ്രം വരെ മുമ്പിൽ ഇങ്ങനെ കിടക്കുകയാണെ. ചില ആളുകൾ ഷൂവും ചെരുപ്പൊക്കെ അഴിച്ച് ആ മണലിലേക്ക് ഒന്ന് ഇറങ്ങി, തിരമാല ഇങ്ങനെ വരുന്ന സമയത്ത് ഒന്ന് നനയും. അവർക്ക് കടൽ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ട് അനുഭവിക്കാൻ പറ്റും. ചില ആളുകൾ കുറച്ചുകൂടി ഉള്ളോട്ട് ഇറങ്ങി ബീച്ചിലൊക്കെ പോകുമ്പോൾ ആ കടൽ വെള്ളത്തിലൊക്കെ കുറച്ചുകൂടി ഒന്ന് നനഞ്ഞ് കുളിക്കുകയൊക്കെ ചെയ്യും. ചില ആളുകൾ ബോട്ടിലൊക്കെ കയറി, കപ്പലിലൊക്കെ കയറി ആ കടലിന്റെ നടുക്കേക്ക് പോയിട്ട് പിന്നെ അതിന്റെ അങ്ങേ തല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ കടലിന്റെ അടിയിലേക്ക് ആഴങ്ങളിലേക്ക് പോയിട്ട് മുത്തും പവിഴും ഒക്കെ പെറുക്കിയെടുക്കുന്ന ആൾക്കാരുണ്ട്. ആരാണ് ഈ വലിയ സമുദ്രത്തിന് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതെന്ന് ചോദിച്ചാൽ അവിടം വരെ എത്തുന്ന ആളുകളാണ്. RCM എന്ന് പറയുന്ന ഈ ഒരു മഹാസമുദ്രത്തിൽ, ഈ വലിയ ലോകത്തിൽ വന്നിട്ട് കുറച്ച് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുകളിൽ നിന്ന് കുറച്ച് ടീം ബിൽഡിങ്ങിലേക്കും ജോയിനിങ്ങിലേക്കും സിസ്റ്റത്തിലേക്കും ഇതിന്റെ വരുമാനം വാങ്ങുന്ന ലെവലിലേക്കും ഡയമണ്ട് വരെ പോകാൻ കഴിയും. ഡയമണ്ടും സ്റ്റാർ ഡയമണ്ട് വരെ. അതായത് ഒരു ചെറിയ വരുമാനം മുതൽ 75 ലക്ഷം 1 കോടിയൊക്കെ വരുമാനം വാങ്ങുന്ന, മാസം വരുമാനം വാങ്ങുന്ന ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഈ ഒരു മഹാസമുദ്രത്തിന്റെ കരയിൽ കൈകെട്ടി നിൽക്കുന്ന ആളുകളാവാതെ ഇറങ്ങി 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 നമ്മൾ വരണം എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് പറഞ്ഞ കാര്യം. അതുപോലെ തന്നെ പുതിയ ആളുകളെ നമ്മൾ അതിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക, പാസീവ് ഇൻകം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിന്ന് സംസാരിക്കാൻ പറ്റും, നമുക്കിന്ന് ആരോഗ്യമുണ്ട്, നമ്മൾ ഇന്ന് എല്ലാം ഓക്കെയാണ്. പക്ഷെ നമ്മൾ നാളെ വിശ്രമിക്കുന്ന സമയത്ത് ഇതെല്ലാം നടക്കണം. അതിനു വേണ്ടിയുള്ളതാണ് നമുക്ക് ജോയിനിങ് എടുക്കാനൊക്കെ ഉള്ള അവസരം, ടീം ഉണ്ടാക്കാനുള്ള അവസരം നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ കൊണ്ടുവരണം. ഞാനെല്ലാം ചെയ്യുമെന്ന് പറയുന്നതല്ല, നീ ചെയ്യുന്നത് എത്ര പേരെ ചെയ്യാൻ നീ പര്യാപ്തനാക്കി.
നീ ചെയ്യുന്നതെല്ലാം നിന്നെ അങ്ങ് റീപ്ലേസ് ചെയ്താൽ കാര്യങ്ങളൊക്കെ നടക്കുമോ? അതാണ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ടാണ്. ഇതിനൊക്കെ സഹായിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഇന്ന് കേരളത്തിൽ നോക്കിയേ, ഇന്ന് കേരളത്തിൽ ഇന്ന് ഇന്ന് ഓരോ ദിവസവും നമുക്ക് എത്രയെത്ര ഔട്ട്ലെറ്റുകളാണ് കേരളത്തിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെയൊക്കെ ഓരോ ഉദ്ഘാടനം കേരളത്തിന്റെ ധനകാര്യമന്ത്രി വരെ ഇന്ന് കൊട്ടാരക്കര ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് നോക്കി ഓരോ ദിവസവും ഇതിലേക്കൊക്കെ നമ്മൾ പങ്കെടുക്കുക. ആ തരത്തിൽ ഏറ്റവും അടിപൊളി ഒരു പരിപാടിയാണ് ഞാൻ എന്റെ ഇന്നത്തെ ഈ വരവിന്റെ ഉദ്ദേശവും കൂടി അതാണല്ലോ. കോട്ടയം വണ്ടർ വേൾഡ് സമയമൊന്നും പോയിട്ടില്ല, കാരണം 10:44 ഒരു 3 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. എന്റെ ക്ലോസിങ്ങിന് എല്ലാം ഉള്ള സമയം കൂടി അവസാനിപ്പിക്കും. ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ 7 മണിക്കുള്ളിൽ പരിപാടി തീരും. എന്റെ വാച്ച് അങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യം, കോട്ടയത്തിന്റെ വണ്ടർ വേൾഡ് ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നമ്മൾ വന്നത്. അതിനു മുമ്പ് കോട്ടയം വണ്ടർ വേൾഡ് ഉദ്ഘാടനം ഉണ്ട് എന്ന് മാത്രം കേൾക്കാൻ വേണ്ടി അല്ലല്ലോ നിങ്ങൾ വന്നത്. അത് പറയാൻ വേണ്ടി അധികമൊന്നും വേണ്ട. അത് അവിടെ എത്തി എക്സ്പീരിയൻസ് ചെയ്യുന്ന, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് ഇനി നിൽക്കുന്നത്. ഇതുവരെ ഞാൻ പറഞ്ഞത് ഉദയകരണത്തിൽ വരുന്ന ആളുകൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി നമുക്ക് നമ്മുടെ അജണ്ടയിലേക്ക് കടക്കാം. കോട്ടയം വണ്ടർ വേൾഡ് ഉദ്ഘാടനമാണ്. ഞാൻ എന്തായാലും ആ പ്രോഗ്രാമില് കോട്ടയത്ത് നമ്മുടെ തെക്കൻ തിരുവിതാംകൂറിലെ ആദ്യത്തെ വണ്ടർ വേൾഡ് നമുക്ക് അടൂരിൽ വന്നു. ആ പ്രോഗ്രാമിന് വേണ്ടി എല്ലാവരെയും വിളിക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം നമുക്കിതാ അടൂരിൽ നിന്ന് നമ്മുടെ അടുത്ത വണ്ടർ വേൾഡ്, എനിക്ക് തോന്നുന്നു സന്തോഷ് സാർ ഒരു പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു കാര്യമല്ല. ഞങ്ങൾ തമ്മിലുള്ള സംസാരത്തിൽ തന്നെ കഴിഞ്ഞൊരു വർഷത്തിലധികമായിട്ടുള്ള കോട്ടയത്തെ വണ്ടർ വേൾഡ് കിക്ക്, നമ്മുടെ സഞ്ജു സാറിന്റെ വണ്ടർ വേൾഡ് കിക്ക്, സഞ്ജുനാഥ് അദ്ദേഹം നടത്തുന്ന വണ്ടർ വേൾഡ് കിക്ക് ഇപ്പൊ വണ്ടർ വേൾഡ് ആയിട്ട് വരികയാണ്. കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ സന്തോഷ് സാറായിട്ട് ഞാൻ എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു പ്ലാനിങ് ആണ്, സഞ്ജുനാഥിന്റെ ഒക്കെ പ്ലാനിങ് ആണ് നടക്കുന്നത്. വിജി മാഡം സ്റ്റാർ പ്ലാറ്റിനം അതിന്റെ ഒക്കെ ലീഡറായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. അങ്ങനെ വലിയൊരു ടീം, കോട്ടയത്തെ ടീമാണ് ഇതിനെ നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പം ഈ ഒരു വണ്ടർ വേൾഡ് ഉദ്ഘാടനം നമുക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ 11-ാം തീയതി കേരളത്തിന് സമർപ്പിക്കുകയാണ്. RCMന്റെ ഔട്ട്ലെറ്റുകളുടെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, അത് നടത്തുന്ന ആൾക്ക് ഒരു 8% മുതൽ 10% കൊടുക്കൂ. ബാക്കി അതിന്റെ PVയുടെ ഒരു 45% അല്ലെങ്കിൽ ഒരു 50% വരുമാനം നമുക്കുള്ളതാ. ഷോപ്പ് നടത്തുന്ന ആളുകളിൽ നോക്കുന്ന സമയത്ത് അവരൊരു ഫ്രാഞ്ചൈസി കമ്മീഷൻ മാത്രം, ബാക്കി പാർട്ണർഷിപ്പ് 50% പാർട്ണർഷിപ്പ്. അപ്പൊ നമുക്ക് വേണ്ടി ആണ് ഈ ഒരു സ്ഥാപനം വരുന്നത്, 11-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ കോട്ടയത്ത് ഈ ഒരു പുതിയ ഷോപ്പിംഗ് അനുഭവമായിട്ട് ഉപാസന RCM വണ്ടർ വേൾഡ് 11-ാം തീയതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ധന്യ രമ്യ തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഭീമ ജ്വല്ലറിയുടെ അടുത്തായിട്ടാണ്, നിയർ ആയിട്ടാണ് ഈ ഷോപ്പ് ഉദ്ഘാടനം വരുന്നത്. ഞാൻ എന്തായാലും 9-ാം തീയതി ന്യൂട്രിചാർജിന്റെ പ്രോഗ്രാം എറണാകുളത്തുണ്ട് ടെക്നിക്കൽ. അത് കഴിഞ്ഞ് 10-ാം തീയതി തിരുവനന്തപുരത്ത് എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 11-ാം തീയതി തീർച്ചയായിട്ടും കോട്ടയത്തെത്തും. ഒരു യാത്രക്കിടയിൽ എന്റെ ഒരു വലിയൊരു കാര്യമാണ് കോട്ടയത്ത് അവിടെ ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് കാണണം. ഈ ഇന്നത്തെ മീറ്റിംഗിലൊക്കെ പങ്കെടുത്ത ആളുകൾ സാറേ പരിപാടിയിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണം അവിടെ നിന്ന് കേട്ടോ. അപ്പൊ അവിടെ ഉപാസന വണ്ടർ വേൾഡിൽ ഉദ്ഘാടനത്തിൽ നമ്മൾ ഉണ്ടാവണം. നല്ല സൗകര്യങ്ങളാണ്. അക്ഷര നഗരിയായ കോട്ടയത്തിലെ വലിയൊരു അനുഭവമാണ് നമുക്ക് വരാം. ആ ഉദ്ഘാടനത്തിൽ നമുക്ക് പങ്കെടുക്കണം. അങ്ങനെയൊക്കെ അതിലേക്ക് എത്തുക. എന്താ അതിനകത്തുള്ള കാര്യം, നമ്മൾ RCMന്റെ കുറച്ചുകൂടി വലിയൊരു സൈസ് കാണാൻ പോവുക. നമ്മൾ RCMന്റെ പ്രൊഡക്റ്റ് കണ്ടു, ഒരു ഹോം മീറ്റിംഗ് കണ്ടു, അല്ലെങ്കിൽ ഒരു വണ്ടർ വേൾഡ് കിക്ക് കണ്ടു. RCMന്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഉൾപ്പെടുന്ന ഒരു 10,000-2000 സ്ക്വയർ ഫീറ്റിൽ അധികമുള്ള ഒരു ഷോറൂമിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിഷ്വലൈസേഷൻ പവർഫുൾ ആവും. നമുക്ക് വിജയിക്കാനുള്ള സാധ്യത കൂടും. അതുപോലെ തന്നെ കേരളം മുഴുവൻ നമ്മുടെ സഫയർ, അതുപോലെ തന്നെ മൂർത്ത് സാറ്, ഗോപകുമാർ സാറ്, സുജിത് സാറ്, റൂബിമാര്, അതായത് കേരളത്തിന്റെ കോറായിട്ടുള്ള ആളുകൾ മുഴുവൻ അവിടെ ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യം എന്താ, സക്സസ് ഉണ്ടാവണമെങ്കിൽ അസോസിയേറ്റ് വിത്ത് സക്സസ്ഫുൾ പീപ്പിൾ എന്ന് പറയും. ഏറ്റവും വിജയിച്ച ആളുകളോടൊപ്പം ഒറ്റ ദിവസം കാണാനുള്ള ഒരു അവസരവും നമുക്ക് അവിടെ ഉണ്ട്. എല്ലാവരും വരിക. ഒരു പ്രൊഡക്റ്റ് എങ്കിലും വണ്ടർ വേൾഡിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് നമുക്കൊരു എക്സ്പീരിയൻസ്. എല്ലാവരും അത് ആ ഒരു സാധനമെങ്കിലും കിട്ടിയിട്ടേ ഞാൻ പോകുന്നു നമ്മൾ തീരുമാനിക്കണം. അതാണല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് കഴിയട്ടെ. അപ്പൊ നിങ്ങളെല്ലാവരെയും ഉപാസന വണ്ടർ വേൾഡ് ഉദ്ഘാടനത്തിൽ നമുക്ക് എല്ലാവർക്കും കാണാം. 6:48 ആയതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് കൊണ്ട് എല്ലാം പറയണം, പക്ഷെ സമയത്തിനുള്ളിൽ പറയണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് രാവിലെ ഉദയകരണത്തിൽ വന്ന എല്ലാവർക്കും നന്ദി. നമ്മൾ 3 കാര്യങ്ങളാണ് ഞാൻ 3 പാർട്ടായി പറഞ്ഞു. ഒരു സക്സസ് ജേണി മോർണിംഗ് പാറ്റേൺ പറഞ്ഞിട്ടുണ്ട്, ഒരു ഫൗണ്ടേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വിജയിക്കാൻ ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലക്ഷ്യബോധത്തോടു കൂടി വലിയ വിജയത്തിന് വേണ്ടി ഈ മാർച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ക്വാർട്ടർ നല്ലൊരു വിജയത്തിലേക്ക് പോവുക. 2026 ഒരു നല്ല സക്സസ്
വർഷമായിട്ട് മാറുക. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കൂടുതൽ നമ്പർ ചെയ്തുകൊണ്ട്, കൂടുതൽ ഫോം മീറ്റിംഗ്, കൂടുതൽ പ്ലാൻ പ്രസന്റ്, കൂടുതൽ ആളുകളോട് ഷെയർ ചെയ്യുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. അപ്പൊ കോട്ടയം വണ്ടർ വേൾഡ് ഉദ്ഘാടനത്തിലേക്ക് അതിലേക്ക് എന്നെ വിളിച്ച എന്റെ പ്രിയ ഗുരുനാഥൻ സന്തോഷ് സാറിന്, ഇന്നത്തെ ഉദയനത്തെ വിളിച്ച സന്തോഷ് സാറിന്, ഇന്ന് എന്നെ കേട്ട മുഴുവൻ ആളുകൾക്കും, ഈ പ്രോഗ്രാമിൽ ഇങ്ങനെ നമ്പർ കൂടി കൂടി വന്നിട്ടുണ്ട്. ഒരു കഥയും കൂടി അതിന് പറയാനുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോ അത് പിന്നീട് പറയാം. അപ്പൊ ജയ് ആർ സി എം, ഗുഡ് ആർ സി എം, ഗോ ഡയമണ്ട്. നമുക്ക് കാണാം കോട്ടയം വണ്ടർ വേൾഡ് ഉദ്ഘാടനത്തിൽ ഒരു വിജയായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.